പരിശുദ്ധമായ മുഹറം പവിത്രമായ മാസമാണെങ്കിൽ പോലും പരിശുദ്ധമായ മുഹറമിലും ചില ദിവസങ്ങൾ നഹ്സുകളാണ്. നഹ്സുകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആനിൽ ഒരു ആയത്ത് നമുക്ക് കാണാൻ കഴിയും. ഫഅർസൽനാ അലൈഹിം റീഹൻ സർസറൻ ഫീ അയ്യാമിൻ നഹിസാത്ത്. നഹസായ ദിവസങ്ങളിൽ ആദ് സമൂഹത്തിന്റെ മേൽ നാം കാറ്റുകളെ അയച്ചു എന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്. ഒന്നിരിക്കൽ ആദ് സമൂഹത്തിന്റെ മേൽ അള്ളാഹു അയച്ച ആ ദിവസങ്ങൾ, ശിക്ഷ ഇറക്കിയ ദിവസങ്ങൾ, അത് പിന്നെ നഹസായി അറിയപ്പെട്ടു എന്നും നമുക്ക് പറയാം. അല്ലെങ്കിൽ ഓൾറെഡി നഹസായ ദിവസങ്ങളിലാണ് അള്ളാഹു അങ്ങനെ കാറ്റയച്ചത്, ശിക്ഷ ഇറക്കിയത് എന്നൊക്കെ പറയാം. ചുരുക്കി പറഞ്ഞാൽ നഹസ് എന്ന് പറഞ്ഞാൽ ശിക്ഷകൾ ഇറങ്ങിയ, ശകുനങ്ങളുണ്ടായ, അപകടങ്ങളുണ്ടായ, അള്ളാഹുവിൻ്റെ അദാബ് ഇറങ്ങിയ ദിവസങ്ങളൊക്കെ. ഇങ്ങനെ പല വിഷയങ്ങൾ നോക്കിയിട്ടാണ് നമ്മുടെ ഉലമാക്കൾ ചില ദിവസങ്ങൾ നഹസായി എണ്ണിയത്.